അതായത് 13 വയസ്സുള്ള ശങ്കരനാരായണൻ്റെ മകൾ സ്കൂളിലേക്ക് പോവുകയും വൈകുന്നേരമായിട്ട് വരാഞ്ഞപ്പോൾ ശങ്കരനാരായണൻ അന്വേഷിച്ചിറങ്ങുന്ന സമയത്ത് മകളുടെ ജീവനറ്റ ശരീരമാണ് കാണുന്നത്. അതെന്താണ് സംഭവം എന്നുള്ളത് ആർക്കും മനസ്സിലായില്ല. നാട്ടുകാരെല്ലാവരും പേടിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ എന്താണ് സംഭവം എന്നറിയാതെ അവസാനം പോലീസുകാരത് കണ്ടെത്തി. അതായത് ശങ്കരനാരായണൻ അയൽവാസിയായിട്ടുള്ള മുഹമ്മദ് കോയ എന്ന് പറയുന്ന 24 വയസ്സുള്ളവനാണ് ഇതിലെ കുഞ്ഞിനെ പീഡിപ്പിച്ചത്, മൃഗീയമായി പീഡിപ്പിച്ചു. അതിനുശേഷം കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്നാണ് അറിയാൻ സാധിച്ചത്. ആ തെളിവെടുപ്പിനിടയിൽ ആ കുഞ്ഞിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെയിൻ പറയുന്ന മുഹമ്മദ് കോയയുടെ കയ്യിലുണ്ടെന്നുള്ളതും പോലീസ് കണ്ടെത്തി. അവസാനം ആ ഒരു നടുങ്ങലിൽ ഈ അയൽവാസി ഇങ്ങനെ ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയില്ലാത്ത ആ അച്ഛൻ ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ ആഴ്ന്നുപോയി. ആ വീട്ടിൽ ആ അച്ഛൻ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ, ആ കുഞ്ഞുമകൾ ഓടിക്കളിച്ച വീട്ടിൽ ആ കുഞ്ഞുറങ്ങിയ കട്ടിലിൽ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ആ അച്ഛൻ ആ കട്ടിലെടുത്ത് പുറത്തിട്ടു. ആ അച്ഛൻ്റെ ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ മനോവിഷമത്തിലും ആ അച്ഛൻ കഴിച്ചു കൂട്ടിയത് ഒരുപാട് നാളുകളാണ്. അവസാനം പ്രതിക്ക് ജാമ്യം കിട്ടി. ഈ പ്രതി ജാമ്യത്തിൽ ഇറങ്ങുന്ന സമയത്ത് ഈ അച്ഛൻ മുഹമ്മദ് കോയയുമായിട്ട്, അതായത് ശങ്കരനാരായണൻ ഈ